ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യൂദത്തിന്റെ പുസ്തകം 3-ാം അധ്യായം. സമാധാനത്തിനു വേണ്ടി യാചിക്കുന്നു. അവർ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിച്ചു. ഇതാ, നബൂഖദ്നേസർ മഹാരാജാവിന്റെ ദാസന്മാരായ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. അങ്ങേക്ക് ഇഷ്ടമുള്ളത് ഞങ്ങളോട് ചെയ്തു കൊള്ളുക. ഞങ്ങളുടെ കെട്ടിടങ്ങളും നിലങ്ങളും ഗോതമ്പ് വയലുകളും കന്നുകാലികളും ആട്ടിൻപറ്റങ്ങളും മേച്ചിൽപ്പുറങ്ങളും അവയുടെ ആലകളും എല്ലാം ഞങ്ങൾ അങ്ങേക്ക് അടിയറ വയ്ക്കുന്നു. അവയോട് എന്തും ചെയ്തു കൊള്ളുക. ഞങ്ങളുടെ നഗരങ്ങളും അതിലെ നിവാസികളും അങ്ങയുടെ അടിമകളാണ്. അങ്ങയുടെ ഇഷ്ടം പോലെ പ്രവർത്തിച്ചു കൊള്ളുക. ജനങ്ങൾ വന്ന് ഇതെല്ലാം ഹോളോഫർണസിനോട് പറഞ്ഞു. അവൻ സൈന്യസമേതം കടൽത്തീരത്തേക്ക് ഇറങ്ങിച്ചെന്നു. മലമുകളിലെ നഗരങ്ങളിൽ സൈനിക താവളങ്ങൾ സ്ഥാപിക്കുകയും അവരിൽ നിന്ന് സമർത്ഥരായ ആളുകളെ തന്നെ സഹായിക്കാൻ നിയോഗിക്കുകയും ചെയ്തു. ഇവരും സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളും അവനെ മാലയിട്ട് വാദ്യങ്ങളോടെ സ്വീകരിച്ചു. അവൻ അവരുടെ ആരാധനാ മന്ദിരങ്ങൾ തകർത്തു. അവരുടെ വിശുദ്ധമായ ഉപവനങ്ങൾ വെട്ടിക്കളഞ്ഞു. കാരണം ജനതകളെല്ലാം നബൂഖദ്നേസറിനെ മാത്രം ആരാധിക്കുന്നതിനും എല്ലാ നാവുകളും ഗോത്രങ്ങളും അവനെ ദൈവമെന്ന് വിളിക്കുന്നതിനും വേണ്ടി സ്ഥലത്തെ സകല ദേവന്മാരെയും ഉന്മൂലനം ചെയ്യണമെന്ന് ഹോളോഫർണസിന് ആജ്ഞ ലഭിച്ചിരുന്നു. അനന്തരം അവൻ ദോദാന് സമീപം ഉന്നതമായ യൂദാ പർവ്വതനിരയ്ക്ക് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന എസ്ദ്രായേലോണിൻ്റെ അതിർത്തിയിലെത്തി. അവൻ ഇവിടെ ഗേബായ്ക്കും സ്കിത്തോപോളിസിനും മധ്യേ പാളയമടിച്ചു. സൈന്യത്തിന് ആവശ്യമായ വിഭവങ്ങൾ ശേഖരിക്കാൻ 1 മാസം മുഴുവൻ അവിടെ താമസിച്ചു.